പ്രിയപ്പെട്ടവരെ, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, വചനം കേൾക്കുന്നത്? പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരു മാസം പ്രാർത്ഥിക്കുന്നത് മുന്നറിവ് കിട്ടാൻ, ജീവിക്കേണ്ടതുപോലെ ജീവിക്കാനുള്ളൊരു കഴിവും പ്രാപ്തിയും കിട്ടാൻ, ചതി മനസ്സിലാക്കാൻ. ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മൾ അന്ധമായി വിശ്വസിക്കും, ഭയങ്കരമായി സ്നേഹിക്കും, ഇത്രയും നല്ലൊരാൾ ഈ ലോകത്തിലില്ലെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ പിന്നീട് കുറേ കഴിയുമ്പോൾ അറിയും, ഇതൊരു ചതിയായിരുന്നല്ലോ, ഇത് ഭയങ്കര ചതിയിലാണല്ലോ ഞാൻ ചെന്ന് പെട്ടത്. ഈ ജ്ഞാനികൾ കൊട്ടാരത്തിൽ, അവർ ജ്ഞാനികളാണ്, സമൂഹത്തിലും രാജ്യത്തിനും വിലയുള്ളവരാണ്. കൊട്ടാരത്തിൽ വെച്ചല്ല മുന്നറിവ് കിട്ടിയത്, ആരാധനയ്ക്ക് ശേഷമാണ്, പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവർ മറ്റൊരു വഴിയെ തിരിച്ചു പോയെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മാസം നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസം മുതൽ പ്രാർത്ഥിക്കുമ്പോഴേ എല്ലാ കുഞ്ഞുങ്ങൾക്കും മുന്നറിവ് കിട്ടണം, നല്ല ബോധ്യങ്ങൾ വേണം, നല്ല സ്വഭാവം വളരണം, നല്ല ബന്ധങ്ങളുണ്ടാകണം, സാമർഥ്യമുള്ളവരാകണം, ചില കാര്യങ്ങളിൽ തിരിച്ചറിവ് വേണം, ചതിക്കുന്നവരെ നേരത്തെ പിടികിട്ടാൻ ഉള്ള കഴിവ് വേണം, ദൈവ കഴിവ്. കേവലം 10 മാർക്കിന് വേണ്ടി മാത്രമല്ല ഈ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാകാൻ, നല്ലൊരു വ്യക്തിത്വമുള്ളവരായി മാറാൻ. നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ വളരും, നിങ്ങൾ ശക്തിപ്പെടും, നിങ്ങളൊരു അനുഗ്രഹമായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളുണ്ടാവും. ഒരു ചതിയിലും ചെന്ന് ചാടില്ല. നിങ്ങൾക്ക് അന്നേരം പിടികിട്ടും, മനസ്സിൽ പിടികിട്ടും, ഈ ഉള്ളിലിരിപ്പ് ഈ വ്യക്തിയുടെ ശരിയല്ല, ഈ ചതിയാണ്, ഇത് വഞ്ചനയാണ്, അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, നല്ല ഉദ്ദേശമല്ല പുള്ളിയുടെ. ഇതൊക്കെ നമുക്ക് പിടികിട്ടും. ജ്ഞാനികൾക്കിത് മനസ്സിലായി. ആരാധനയും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരു വഴിയെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളും പ്രാർത്ഥനയും വചനം കേൾക്കാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ അവർ സ്കൂള് പഠനം കഴിഞ്ഞ് കോളേജിൽ പോകും, ഹോസ്റ്റലിൽ നിൽക്കും, വേറെ രാജ്യങ്ങളിൽ പോകുമായിരിക്കാം. അവിടെയെല്ലാം പല പല ആളുകളെ കാണും, മിണ്ടും, പരിചയപ്പെടും. അവിടെയൊക്കെ ഒരു മുന്നറിവോടെ, പാകതയോടെ, പക്വതയോടെ, വ്യക്തിത്വത്തോടെ ജീവിക്കാൻ, പെരുമാറാൻ, പ്രവർത്തിക്കാൻ, രക്ഷപ്പെടാൻ ഒരു കഴിവ് വേണമെങ്കിൽ എപ്പോഴാ ജ്ഞാനികൾക്ക് ഈ കഴിവ് കിട്ടിയത്? എപ്പോഴാ ജ്ഞാനികൾക്ക് ഈ തിരിച്ചറിവ്, മുന്നറിവ് കിട്ടിയത്? ആരാധനയ്ക്ക് ശേഷമാണ്, പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. നിങ്ങളും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നല്ല മുന്നറിവുകളെ ദൈവം തരും.